അപ്പോ നമുക്ക് ഇനിയും സ്ഥാനാർത്ഥി നിർണയം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ബാക്കി എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചവരൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കാനാണ് മേൽഘടകത്തിൽ നിന്നുള്ള നിർദ്ദേശം. അല്ല പ്രസിഡന്റേ, സുശീലക്കെതിരെ പോസ്റ്റ് ഇട്ടൊരു പെൺകുട്ടിയുണ്ടല്ലോ, എന്താ അവളുടെ പേര്? ദയ, എന്റെ അനിയന്റെ ഭാര്യ. ആണോ? എങ്കിൽ അവർക്കാ ഇപ്പൊ ഓൺലൈനിൽ ലൈക്ക് കൂടുതൽ. നമുക്ക് അവരെ സ്ഥാനാർത്ഥിയാക്കിയാലോ? അത് നല്ലൊരു ഓപ്ഷനാ പ്രസിഡന്റ്. ദയാണെങ്കിൽ ചെറുപ്പമാ, യുവതലമുറയെ നിർത്തിയാൽ വിജയം ഉറപ്പാ. അവൾ അത്രയ്ക്ക് യുവയൊന്നും അല്ല, ഒരു കൊച്ചിന്റെ അമ്മയും കൂടെയാ. എന്നാലും വാസന്തിയേക്കാളും ഒരു 10 വയസ്സിന്റെ കുറവെങ്കിലും കാണില്ലേ? ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചാലോ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല പ്രസിഡന്റ്. അവള് അനുപമയുടെ അനിയത്തിയാ. ചേച്ചി പിന്താങ്ങിയ സ്ഥാനാർത്ഥിയെ അനിയത്തി വെട്ടിയ സ്ഥിതിക്ക് അനിയത്തിക്കെതിരെ നാളെ ചേച്ചി വേറൊരു പോസ്റ്റ് ഇട്ടാ പാർട്ടി വീണ്ടും പ്രതിസന്ധിയിലാവൂലേ? അയ്യോ, എങ്കി വേണ്ട. ഇപ്പൊ തന്നെ ഈ വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് പത്രക്കാർ എഴുതിക്കൊണ്ടിരിക്കുക. നാണക്കേടാകുന്നതിന് മുമ്പ് നമുക്കൊരു തീരുമാനം എടുക്കണം. അതാണ് പാർട്ടി നേരത്തെ ഈ വാർഡിൽ സ്ഥാനാർത്ഥിയായി കണ്ടിരുന്നത് ഒന്നുകിൽ വാസന്തി അല്ലെങ്കിൽ സുകുമാരി. ഇതിൽ നിന്നൊരാളെ നമുക്കിപ്പൊ തന്നെ തീരുമാനിക്കണം. പ്രസിഡന്റ്, അത് നീയല്ല പറയുന്നത്. ഞാനാണ് ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഇവളെ സ്ഥാനാർത്ഥിയാക്കിയ വേഗം ഇറങ്ങ്. എല്ലാരും ഉണ്ട്. വാ, നമുക്ക് അകത്തേക്ക് പോവാം. വാ, ചെല്ല്. അങ്ങോട്ട് വരാവോ പ്രസിഡന്റ്? നമസ്കാരം. വാ മോളെ. എന്താ രണ്ടുപേരും കൂടി വീണ്ടും പാർട്ടി ഓഫീസിലേക്ക്? ഞങ്ങള് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പോവായിരുന്നു. ഓ, തീരുമാനം ആയില്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ ആലോചിച്ച ഈ അനുപമ സ്ഥാനാർത്ഥിയാവാൻ തയ്യാറാണോ പ്രസിഡന്റ്? എന്നെ പുറത്താക്കാൻ ചില സ്ഥാനമോഹികൾ മനഃപൂർവ്വം അനുപമയുടെ അനിയത്തിയെ കൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയായിരുന്നു. അതാരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഓ, അതൊക്കെ പോട്ടെ. ഞാൻ പോയാലും എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വരണം പ്രസിഡന്റ്. അല്ലെങ്കിൽ അതെനിക്കിത്തിരി നാണക്കേടാ. അനുപമയെ നിർത്തിയ ഈ വാർഡ് പിടിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. പാർട്ടിക്ക് പുറത്തുള്ളവരെ അങ്ങനെ ഇപ്പൊ ആവശ്യമുണ്ടോ പ്രസിഡന്റ്? പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പാർട്ടി വിജയിപ്പിക്കും. എന്നാലും അനുപമ ജില്ലാ നേതൃത്വത്തിന് ഇപ്പോഴും താല്പര്യമുള്ളൊരു കാൻഡിഡേറ്റാ. ഇത്തവണ അനുപമ പൂർണ്ണ മനസ്സോട് തന്നെയാണോ വന്നിരിക്കുന്നത്? അതെ സാർ. എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അനുപമയെ ഞാൻ പിന്താങ്ങുന്നു. ഞാനും പിന്താങ്ങുന്നു. ഓ, ഞാനും അപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും പിന്തുണയോടെ ഈ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി ശ്രീമതി അനുപമ ഇന്ദ്രനെ തീരുമാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി അനുപമ ഇന്ദ്രൻ. നമ്മുടെ സ്ഥാനാർത്ഥി അനുപമ ഇന്ദ്രൻ കി ജയ്. അനുപമ ഇന്ദ്രൻ കി ജയ്. അനുപമ ഇന്ദ്രൻ കി ജയ്. അനുപമ ഇന്ദ്രൻ കി ജയ്. ഓ മോളെ,
ഇതൊക്കെ സുശീലയ്ക്ക് കിട്ടേണ്ടതായിരുന്നടി. തൽക്കാലം നിനക്കിരിക്കട്ടെ. പ്രതീക്ഷിച്ചത് കൈവിട്ടു പോകുമ്പോഴുള്ള വിഷമം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാവടി. അനുപമ ഇന്ദ്രൻ കീ, അനുപമ ഇന്ദ്രൻ കീ, അനുപമ